ഹലോ ഫ്രണ്ട്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലെത്തി. അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. ഒരു വൈകുന്നേരം ഈ കാണുന്നതാണ് ഞങ്ങളുടെ മിക്കി. ആളെ കണ്ടാലൊരു പാവാണെന്ന് തോന്നും, പക്ഷെ പുലിയാണ്. മറ്റു സഹജനങ്ങൾ കുറേ കോഴിമക്കളുണ്ട്. കോഴിമക്കൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ആരാടാ നീ ഇപ്പോൾ എവിടുന്ന് വന്നു എന്നുള്ള ഒരു ചോദ്യത്തിലായിരുന്നു. ഈ കാണുന്ന പുഷ്പങ്ങൾ കണ്ട ശംഖുപുഷ്പവും ചെമ്പരത്തി ഞാൻ നട്ടു വളർത്തിയതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് തോന്നിയത്. പിന്നീട് കുറച്ച് തുണികൾ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ അഞ്ജുവിനൊപ്പം ഞാനും കൂടാമെന്ന് കരുതി. പക്ഷെ ഞാൻ കൂടിയില്ല. ഈ റോഡിനപ്പുറം കാണുന്ന ആറാണ് മണിമലയാർ. വളരെ ശാന്തമായി ഒഴുകുന്ന ആറ്, പക്ഷേ വളരെ ആഴം കൂടിയൊരു ആറുമാണ്, അപകടകാരിയുമാണ്. ഇപ്പോൾ ഒരു കാഴ്ച കാണാം. ഇവിടെ കുറച്ച് കപ്പയുണ്ട്. ഏകദേശം ഒരു വർഷക്കാലമായി ഇപ്പോൾ തെങ്ങിനൊപ്പം വളർന്നിരിക്കുന്നു. കപ്പയുടെയൊക്കെ ഒരു വളർച്ച കണ്ട് ഞാൻ തന്നെ അതിശയിച്ചു. ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ട് കോഴിമക്കളും എന്നോടൊപ്പം കൂടി. വീണ്ടും കോഴിമക്കൾ, ആരാടാ നീ, എന്താടാ നിൻ്റെ പരിപാടി? വീട്ടിലെ കിണറാണ്, വളരെ പഴക്കമുള്ളതാണ്. ഇതിൻ്റെ റിങ്ങുകളെല്ലാം കരിങ്കല്ലാണ്. അതിനാൽ വെള്ളം എപ്പോഴും ശുദ്ധവും നല്ല തണുപ്പുമാണ്. പറഞ്ഞ് ചായ കുടിക്കാൻ സമയമായി. ഒരു പഴമയുടെ രുചിക്കൂട്ട് എന്ന് വേണേൽ പറയാം. ചെറുപയറും ചായയും. വൈകുന്നേരമായാൽ ഇതാണ് എൻ്റെ സ്ഥിരം സ്പോട്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിവിടെ ഇരുന്ന് തന്നെ അറിയണം. പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിക്കൊപ്പം ചേർന്ന് ഞാനും അവിടെ ചായ കുടിച്ച് പ്രകൃതിക്കൊപ്പം ഇരുന്നു കുറച്ചു നേരം. ഇനിയെങ്കിൽ കോഴിമക്കളെ കൂട്ടിൽ കയറ്റണം. അതിനുള്ള മാർഗമാണ് നോക്കിയിരുന്നത്. പക്ഷേ അതിനുള്ള മാർഗം അമ്മയ്ക്കും അഞ്ജുവിനും അറിയാമായിരുന്നു. എന്തെന്നാൽ ഈ കോഴിത്തീറ്റ കുറച്ച് കൂട്ടിലേക്ക് കയറ്റി വെച്ചാൽ കോഴികൾ ഇതുപോലെ കയറിക്കോളും. നമ്മൾ പുറകെ ചെന്ന് അതിൻ്റെ ഡോറടച്ചാൽ മതി. അങ്ങനെ കോഴിയെയും കൂട്ടിൽ കയറ്റി ഇനി കുറച്ച് കപ്പ പറിക്കാം എന്ന് കരുതി വെട്ടുകത്തി എടുത്തു. മിക്കിക്ക് പതിവായി തൊണ്ട് കത്തിച്ച് പുകയിട്ട് കൊടുത്തില്ലെങ്കിൽ പിണങ്ങുമെന്നടിച്ചു. എങ്കിൽ അത് കഴിഞ്ഞിട്ട് കപ്പ പറിക്കാം എന്ന് കരുതി അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. വീണ്ടും കപ്പ പറിക്കാമെന്ന് കരുതി ബക്കറ്റും എടുത്താണ് പോയപ്പോൾ അടുത്ത ജോലി തേങ്ങ പൊതിച്ചതിൻ്റെ തൊണ്ട് പെറുക്കി ചാക്കിലാക്കുക. അതായിരുന്നു ജോലി. ഇനി എന്തായാലും കപ്പ പറിക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി ജോലികൾ. ഒരു വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന കപ്പയാണ്. കപ്പ ഉണ്ടോയെന്ന് പോലും അറിയില്ലായിരുന്നു. എലിയും തുരപ്പനും കൊണ്ടുപോയി എന്ന് അഞ്ജുവും അമ്മയും. ഞാൻ പറഞ്ഞു, കാണും, നിങ്ങൾ വാ എൻ്റെ കൂടെ, നമുക്ക് എന്തായാലും ഒന്ന് പറിച്ചു നോക്കാം. കപ്പയിൽ നിറയെ വള്ളിയും കാടും പടർന്ന് കയറി കിടക്കുകയാണ്. ഞാൻ എന്തായാലും വലതുകാൽ വെച്ചിറങ്ങി പറിച്ചിട്ടേ ഉള്ളൂ. അത് കണ്ടിട്ട് അതിൽ കപ്പ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. നിറയെ വള്ളികളായിരുന്നു. അതെല്ലാം വെട്ടി വൃത്തിയാക്കുകയാണ്. വിചാരിച്ച പോലല്ല. എത്ര പരിശ്രമിച്ചിട്ടും കപ്പ ഇളകി വരുന്നില്ല. ഇനി എനിക്ക് കപ്പ പറിക്കാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് ഞാൻ തന്നെ കരുതിപ്പോയി. ശരിക്കും പറഞ്ഞാൽ കപ്പ പറിക്കാൻ അറിയില്ല. എങ്ങനെയൊക്കെയോ പറിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അതിനിടയിൽ ഒരു മുൾച്ചെടിയിൽ കയറി പിടിച്ചു.
അതികഠിനമായ പരിശ്രമത്തിലാണ്. കപ്പ ഉണ്ടാകുമോ ഇത്രയും ഫോഴ്സ് ചെയ്തിട്ട്? ഒരു പിടിയുമില്ല, ഒരു രക്ഷയുമില്ല, കപ്പ വരുന്നില്ല. ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ കരുതി. കപ്പയുമായിട്ടേ വരൂ. അവസാനം പ്രതീക്ഷിച്ചതിനും അപ്പുറം നിറയെ കപ്പ, ഒരു 10 kg എങ്കിലും ഉണ്ടാകാം. ഇത്രയും കപ്പ കിട്ടിയ സന്തോഷം അത് വളരെ വലുതായിരുന്നു. ദേ കണ്ടില്ലേ, കിടിലൻ കപ്പ. എന്തായാലും വളരെയധികം സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മൾ കപ്പ പറിച്ചപ്പോൾ ഒരെണ്ണം ഒടിഞ്ഞു വരുന്നു. ഞാൻ വെറുതെ ഒന്ന് വെട്ടി നോക്കി, കുഴപ്പമില്ല കേട്ടോ. എന്തായാലും കിട്ടിയ കപ്പയും കൊണ്ട് ഞാൻ വേഗം അടുക്കള ഭാഗത്തേക്ക് കടന്നു. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കാഴ്ചകൾക്ക് വിടാം. മറ്റു കാഴ്ചകളുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.